നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എസ് രാജേന്ദ്രന്റെ ബിജെപി പ്രവേശനത്തിൽ സിപിഎമ്മിന് യാതൊരുവിധ ആശങ്കകളുമില്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ്. തങ്കമണി പാണ്ടിപ്പാറയിൽ വൻ തീപിടുത്തത്തിൽ ഓയിൽ മിൽ കത്തി നശിച്ചു. തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിവരം. മൂന്നാറിൽ മദപ്പാടിലുള്ള കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറാകാത്തത് പ്രതിസന്ധിയാകുന്നു. മദപ്പാടിലെന്ന സൂചന. പീരുമേട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾക്കായുള്ള ചർച്ചകൾ ഇടത് വലത് മുന്നണികൾക്കുള്ളിൽ പുരോഗമിക്കുന്നു. സിപിഐയുടെ ഏക സീറ്റായ മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നതിനോടൊപ്പം വനിതാ സ്ഥാനാർത്ഥിയെത്താനും സാധ്യത. വിശദമായ വാർത്തകളിലേക്ക്. എസ് രാജേന്ദ്രന്റെ ബിജെപി പ്രവേശനത്തിൽ സിപിഎമ്മിന് യാതൊരുവിധ ആശങ്കകളുമില്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ് അടിമാലിയിൽ പറഞ്ഞു. രാജേന്ദ്രൻ ബിജെപിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുവെന്ന വിവരം പാർട്ടി നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വർഗബോധമുള്ള ഒരു തൊഴിലാളിയും രാജേന്ദ്രനൊപ്പം പോകില്ലെന്നും സി.വി. വർഗീസ് പറഞ്ഞു. സിപിഎമ്മിനെ സംബന്ധിച്ച യാതൊരുവിധമായ ആശങ്കയും രാജേന്ദ്രൻ്റെ ബിജെപി പ്രവേശനവുമായി ബന്ധപ്പെട്ടില്ല. കാരണം രാജേന്ദ്രൻ ബിജെപിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നത് കാര്യമാണ്. തൊഴിലാളി വർഗ വഞ്ചനയുടെ ഭാഗത്തേക്ക് പോകുന്ന ഒരു വർഗവഞ്ചകൻ്റെ കൂടെ വർഗബോധമുള്ള ഒരു തൊഴിലാളികളും പോകുന്നു. രാജേന്ദ്രനെ സംബന്ധിച്ച് ദേവികുളം താലൂക്കിലെ വിശേഷ മൂന്നാർ മേഖലയിലെ ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട്. രാജേന്ദ്രൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ചു വന്നു ഇടുക്കി ജില്ലയിൽ പുതിയ തലമുറയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമാനങ്ങൾ അരങ്ങിട്ടുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, 3 ടേം MLA അതെല്ലാം നേടിക്കൊടുത്തത് ഈ പാർട്ടിയാണ് എന്നുള്ള നല്ല ബോധ്യം രാജേന്ദ്രൻ ഉണ്ടാവേണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജേന്ദ്രൻ അവിടെ 3 ടേം മത്സരിച്ചപ്പോൾ പിന്നീട് മത്സരിക്കാൻ പാർട്ടിയുടെ പൊതുവായി തത്വനിഷ്ഠ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് രാജയെ ആലോചിച്ചത്. രാജേന്ദ്രൻ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാവിധ ശ്രമവും നടത്തി. അത് സംബന്ധിച്ച് കമ്മീഷൻ വെച്ചു. കമ്മീഷൻ റിപ്പോർട്ട് എടുത്താണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാണ്. തങ്കമണി പാണ്ടിപ്പാറയിൽ വൻ തീപിടുത്തത്തിൽ ഓയിൽ മിൽ കത്തി നശിച്ചു. തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിവരം. ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. ഇടുക്കി കട്ടപ്പന യൂണിറ്റുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തങ്കമണി പാണ്ടിപ്പാറയിൽ പ്രവർത്തിച്ചിരുന്ന ഓയിൽ മില്ലാണ് ഇന്ന് പുലർച്ചെ തീപിടുത്തത്തിൽ കത്തിയത്. പാണ്ടിപ്പാറ സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നയന ഓയിൽ മിൽ പൂർണ്ണമായും കത്തി നശിച്ചു. പുലർച്ചെ 5:30ഓടെയാണ് സംഭവം. പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നതിനാൽ സമീപ പ്രദേശങ്ങളിൽ ആൾ സാന്നിധ്യമുണ്ടായിരുന്നു. ഇവരാണ് ആ കെട്ടിടത്തിൽ നിന്ന് പുകയുയരുന്നത് കണ്ടത്. ഉടൻ തന്നെ അഗ്നിശമന സേനയെ വിവരം അറിയിക്കുകയായിരുന്നു. കട്ടപ്പന, ഇടുക്കി മേഖലകളിൽ നിന്നായി 4 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വെളിച്ചെണ്ണയും മറ്റു വസ്തുക്കളും സംഭരിച്ചിരുന്നതിനാൽ തീ വേഗത്തിൽ പടർന്നതായി അധികൃതർ പറഞ്ഞു. യന്ത്രോപകരണങ്ങൾ, സ്റ്റോക്ക് ചെയ്തിരുന്ന വെളിച്ചെണ്ണ, കെട്ടിട ഭാഗങ്ങൾ എന്നിവ കത്തി നശിച്ചു. നഷ്ടത്തിന്റെ കൃത്യമായ കണക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രദേശവാസിയായ സന്തോഷ് ഇരുപ്പുഴിക്കരയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിത്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടോ മറ്റ് സാങ്കേതിക കാരണങ്ങളോ ആകാമെന്ന സംശയത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ലെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരി പറഞ്ഞു. ഫയർഫോഴ്സ് തീ അണയ്ക്കുകയും വലിയൊരു അപകടം ഇവിടുന്ന് ഒഴിവാക്കുകയും ചെയ്തു. എന്താണെങ്കിലും ദൗർഭാഗ്യകരമായ സംഭവമായിപ്പോയി. ഒരു സംരംഭകൻ എന്ന നിലയിൽ വളരെയേറെ കഷ്ടപ്പെട്ട ഒരു മില്ല് പ്രവർത്തിച്ചുകൊണ്ട് പോകാൻ സന്തോഷ് എരപ്പൊഴിക്കര എന്ന വ്യക്തിയാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്നത്. ഹൈറേഞ്ച് മേഖലയിലെ ഏറ്റവും വലിയ വെളിച്ചെണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിൽ ഒന്നായതിനാൽ വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടായതായാണ് വിലയിരുത്തൽ. സിറ്റി വിഷൻ ഇടുക്കി. കാണാം ചിഹ്നം വിളിച്ച കൊമ്പന്മാർ.
മതപ്പാടിലുള്ള കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറാകാത്തത് പ്രതിസന്ധിയാകുന്നു. കഴിഞ്ഞ ദിവസം ചൊക്കനാട് എസ്റ്റേറ്റിലെത്തിയ കാട്ടുകൊമ്പൻ തോട്ടം തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. പടയപ്പയെ കൂടാതെ മൂന്നാർ മേഖലയിൽ വിഹരിക്കുന്ന മറ്റു ചില കാട്ടുകൊമ്പന്മാരും മതപ്പാടിലാണെന്നാണ് വിവരം. മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിരം സാന്നിധ്യമായ കാട്ടുകൊമ്പൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മതപ്പാടിലാണുള്ളത്. മതപ്പാടിലുള്ള കാട്ടാന ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ആളുകളെയും വനം വകുപ്പിനെയും ഒരേപോലെ വലയ്ക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ചൊക്കനാട് എസ്റ്റേറ്റിലെത്തിയ കാട്ടുകൊമ്പൻ തോട്ടം തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. ഇതോടെ തൊഴിലാളികൾ ഭയന്നോടി. ലോക്ഹാർഡ് മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര കടകൾ തകർത്തതടക്കം നാശനഷ്ടം വരുത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRTയും കാട്ടാനയെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. കാട്ടാനയുടെ സഞ്ചാര ദിശയടക്കമുള്ള വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വനംവകുപ്പ് പരിശ്രമവും നടത്തുന്നു. വിനോദസഞ്ചാരികളോടും ആളുകളോടും ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും മതപ്പാടിന്റെ കാലയളവിൽ പടയപ്പ ആക്രമണ സ്വഭാവം പുറത്തെടുത്തിരുന്നു. പടയപ്പയെ കൂടാതെ മൂന്നാർ മേഖലയിൽ വിഹരിക്കുന്ന മറ്റു ചില കാട്ടുകൊമ്പന്മാരും മതപ്പാടിലാണെന്നാണ് വിവരം. സിറ്റി വിഷൻ, മൂന്നാർ. വേനൽ കനത്തതോടെ മറയൂർ മേഖലയിലും കാട്ടാന ശല്യം വർദ്ധിച്ചു. മറയൂരിന് സമീപം 1.5 കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന പകൽ ലയങ്ങൾക്കരികിലെത്തി. പ്രദേശത്ത് ആളുകളുള്ള സമയത്തായിരുന്നു കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തിയത്. വേനൽ കനത്തതോടെ മൂന്നാറിനൊപ്പം മറയൂർ മേഖലയിലും കാട്ടാന ശല്യം വർദ്ധിക്കുകയാണ്. മറയൂരിന് സമീപം 1.5 കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന പകൽ ലയങ്ങൾക്കരികിലെത്തി. പ്രദേശത്ത് ആളുകളുള്ള സമയത്തായിരുന്നു കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തിയത്. തലയാർ തേയിലത്തോട്ടത്തിന് സമീപമായിരുന്നു കാട്ടാന ആദ്യം നിലയുറപ്പിച്ചിരുന്നത്. പിന്നീട് കടകുമുടിയിൽ ലയങ്ങളുടെ ഭാഗത്തേക്ക് ആനയെത്തി. ഇതോടെ പരിഭ്രാന്തരായ ആളുകൾ സുരക്ഷിത ഇടത്തേക്ക് മാറി. ആന പിന്നീട് പ്രദേശത്തു നിന്നും പിൻവാങ്ങി. മുൻകാലങ്ങളിൽ പോലും വേനൽ കനക്കുന്ന സമയങ്ങളിൽ മറയൂർ മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിച്ചിരുന്നു. കാട്ടുകൊമ്പൻ വീണ്ടും പ്രദേശത്തെത്തി ജനവാസ മേഖലയിൽ നാശം വരുത്തുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. സിറ്റി വിഷൻ, മറയൂർ. പീരുമേട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾക്കായുള്ള ചർച്ചകൾ ഇടത് വലത് മുന്നണികൾക്കുള്ളിൽ പുരോഗമിക്കുന്നു. CPIയുടെ ഏക സീറ്റായ മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടറി K. സലിംകുമാറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നതിനോടൊപ്പം വനിതാ സ്ഥാനാർത്ഥി എത്താനും സാധ്യത. UDFലും വനിതാ സ്ഥാനാർത്ഥിയുടെ പേരും ഉയരുന്നുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷിനു വളകോട് ചേരുന്നു. ഷിനു, പീരുമേട് ഇടതുപക്ഷത്തിന് നിലനിർത്തുകയെന്നത് അഭിമാന പ്രശ്നമാണ്, പ്രത്യേകിച്ച് CPIക്ക്. കോൺഗ്രസിനെ സംബന്ധിച്ച് സീറ്റ് തിരിച്ചുപിടിക്കുകയെന്ന വലിയ ലക്ഷ്യമാണ് മുന്നിലുള്ളത്. ഇടത് വലത് മുന്നണികൾക്കുള്ളിൽ നിരവധി പേരുകൾ ഉയർന്നു വന്നിരുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? പീരുമേട് നിയോജകമണ്ഡലത്തിൽ സീറ്റ് നിർണയ ചർച്ചകൾ ഏറെ സജീവമായി മുമ്പോട്ട് വരുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. വർഷങ്ങളായി തങ്ങളുടെ കയ്യിലുള്ള മണ്ഡലം നിലനിർത്തുവാൻ ഇടതുപക്ഷവും അത് എങ്ങനെയും തിരിച്ചു പിടിക്കുവാൻ UDF ഏറെ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചത്. ഇടുക്കി ജില്ലയിൽ തന്നെ CPIയുടെ ഏക മണ്ഡലമാണ് പീരുമേട്. അവരുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന K. സലീംകുമാർ, ജോസ് ഫിലിപ്പോ എന്നിവർക്കും പുറമെ ഒരു അപ്രതീക്ഷ സ്ഥാനാർത്ഥി കടന്നു വന്നാലും അത്ഭുതപ്പെടുവാനില്ല. ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും ഏറെ ജനകീയമായിരിക്കും ശ്രീ ആശ ആന്റണിയുടെ പേരാണ് അവസാന നിമിഷം ഇടതുപക്ഷത്തു നിന്നും ഉയർന്നു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ UDFൽ നിന്നും റോയ് കെ പൗലോസിന്റെ KPC വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ റോയ് കെ പൗലോസിന്റെ പേരിനാണ് ഏറെ പ്രാമുഖ്യം. 2 തവണ മത്സരിച്ച് പരാജയപ്പെട്ടാണ് ശ്രീ സിറിയക് തോമസിനെ തിരിച്ചടിയാകുന്നത്. അതോടൊപ്പം തന്നെ DCC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഏറെ ജനകീയനുമായ ശ്രീ ഷാജി പൈനാടത്തിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇടതുപക്ഷത്ത് നിന്നൊരു മഹിളാ സ്ഥാനാർത്ഥി കടന്നു വരികയാണെങ്കിൽ UDFൽ നിന്നും വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ മത്സരിച്ച് ജയിച്ച ശ്രീ മണിമേഖലയുടെ പേരും ഏറെ സജീവമായി രംഗത്തുണ്ട്. ഇതോടൊപ്പം തന്നെ മണ്ഡലത്തിന് പുറത്തു നിന്നും ശ്രീ ജോസഫ് വാഴക്കിന്റെ പേരാണ് UDFൽ ഉയർന്നു കേൾക്കുന്നത്. ഷിനു വളകോടാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. പന്തൽ ഡെക്കറേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ 5ാമത് ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് രാജക്കാട്ടിൽ തുടക്കമായി. ജില്ലാ സെക്രട്ടറി എൽദോസ് ചൈത്ര പതാക ഉയർത്തി. ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, KSDA സിന്ദാബാദ്. SNDP ഗ്രൗണ്ടിൽ പതാക ഉയർത്തിയതോടെയാണ് ഹയർ ആൻഡ് ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്.
കുമളിയിൽ നിന്നും പുറപ്പെട്ട പതാകജാഥയും ഇരുമ്പുപാലത്ത് നിന്ന് പുറപ്പെട്ട കൊടിമരജാഥയും ഒന്നിച്ച് സംയുക്ത ഘോഷയാത്രയായി സമ്മേളന നഗരിയിൽ എത്തിയതിനെ തുടർന്നാണ് നിരവധി പ്രവർത്തകരുടെയും നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ജില്ലാ സെക്രട്ടറി എൽദോസ് ചൈത്ര പതാക ഉയർത്തിയത്. ജില്ലാ സമ്മേളനം സിന്ദാബാദ്, KSGO സിന്ദാബാദ്, KSGO സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്. തുടർന്ന് പ്രതിനിധി സമ്മേളനം നടത്തി. ജില്ലാ പ്രസിഡന്റ് ജോർജ് വർക്കിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കുടുംബസംഗമം സംസ്ഥാന ട്രഷറർ ഷംസുദ്ദീൻ മലപ്പുറം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഓഫീസ് സെക്രട്ടറി ഫൈസൽ വെള്ളത്തുവൽ, സംസ്ഥാന സെക്രട്ടറി VR ജയൻ, സംസ്ഥാന ഭാരവാഹികളായ കോയ NM, ജോർജ് ചന്ദ്രൻ കോട്ടയം, ഷൈൻ രാജാക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉച്ചയ്ക്ക് ശേഷം മജീഷ്യൻ MG ജോൺ അവതരിപ്പിക്കുന്ന മാജിക് ഷോ നടന്നു. വൈകിട്ട് രാജാക്കാട് ടൗണിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. സിറ്റി വിഷൻ രാജാക്കാട്. കാർഷികം. വിനോദസഞ്ചാരികളുടെ പറുദീസയായ ഇടുക്കിയിലേക്ക് പ്രതിദിനം 10,000-കണക്കിന് സഞ്ചാരികൾ എത്തുമ്പോൾ രാജാക്കാടിലെ മാതൃകാ കർഷകനായ കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ കൃഷിയിടവും ഒരു പ്രധാന കേന്ദ്രമായി മാറുകയാണ്. മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞ് നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. പ്രശസ്ത സാഹിത്യകാരി ഡോക്ടർ ഗ്ലോറിയ മാത്യു അയ്മനവും കൃഷ്ണനെയും രാധയെയും തേടി കൃഷിയിടത്തിലെത്തി. ഒപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമെത്തി രണ്ടാം ഘട്ട വിളവെടുപ്പും ആഘോഷമാക്കി. കൃഷ്ണൻ കണ്ടമംഗലം എന്ന കർഷകനും ഭാര്യ രാധയും ചേർന്ന് നട്ടുപരിപാലിക്കുന്ന ഓരോ വിളകളും പകർന്നു നൽകും വ്യത്യസ്തമായ കൃഷി അറിവുകൾ. കാരണം ഇദ്ദേഹത്തിന്റെ കൃഷിയിടം വെറും വിളനിലമല്ല, ഒരു കാർഷിക യൂണിവേഴ്സിറ്റിയാണ്. ഒപ്പം അതിജീവനവും പോരാട്ടവും നിറഞ്ഞു നിൽക്കുന്ന ചരിത്രവുമുണ്ട് ഈ മണ്ണിന്. ഈ മണ്ണും ഇവിടുത്തെ കൃഷിയും കാണാൻ മാത്രമല്ല, കൃഷി അറിവുകൾ തേടിയും ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും നിരവധി ആളുകളാണ് എത്തുന്നത്. വിനോദസഞ്ചാരത്തിനായി പോലും ഇടുക്കിയിലേക്ക് എത്തുന്നവർ രാജാക്കാട്ടിലെ ഈ രാധാകൃഷ്ണ വൃന്ദാവനമായ വിളനിലം സന്ദർശിക്കാതെ മടങ്ങാറില്ല. ഇന്നും മണ്ണിനെ ചേർത്തു പിടിക്കുന്ന ഇവരെ തേടി കഴിഞ്ഞ ദിവസം പ്രശസ്ത എഴുത്തുകാരി ഡോക്ടർ ഗ്ലോറിയ മാത്യു അയ്മനവും എത്തി. വാർത്തകളിലൂടെ കേട്ടറിഞ്ഞാണ് മാതൃകാ കർഷകനെ കാണാൻ ഇവർ എത്തിയത്. ഞാൻ കോട്ടയത്ത് നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ TV-യിൽ ഇങ്ങനെ ഈ കൃഷിയിടത്തെക്കുറിച്ചും കൃഷ്ണേട്ടൻ്റെ കഷ്ടപ്പാടിനെയും കുറിച്ചൊക്കെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഞാൻ കർഷകരെ സ്നേഹിക്കുന്ന, അതായത് കർഷകർക്ക് ഞാനിട്ടിരിക്കുന്ന പേരെന്താണെന്ന് അറിയുമോ? മണ്ണിനെ സ്നേഹിക്കുന്ന ദൈവപുത്രന്മാർ. അപ്പോൾ മണ്ണിനെ സ്നേഹിക്കുന്നവന് മാത്രമേ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യരുടെ രാജാക്കാടുണ്ടെങ്കിൽ, ഞാൻ പണ്ടിവിടെ ഉണ്ടായിരുന്ന ഒരു ആളെന്നുള്ള ആ ഗൃഹാതുരത്വം, എനിക്ക് ആ ഇടുക്കിയുടെ മനോഹാരിത ഒന്നുകൂടി കാണണം എന്നുള്ള ആഗ്രഹത്തിലും ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരികയായിരുന്നു. ഇവരോടൊപ്പം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രനും പൊതുപ്രവർത്തകരും അടക്കം നേരിട്ടെത്തി രണ്ടാം ഘട്ട വിളവെടുപ്പും ആഘോഷമാക്കി. ഹൈറേഞ്ചിന്റെ ഈ കാർഷിക സർവകലാശാല സന്ദർശിച്ചു മടങ്ങുന്നതിനൊപ്പം ഇവിടെ വിളഞ്ഞു നിൽക്കുന്ന പാവയ്ക്കയും കാബേജും അടക്കമുള്ള പച്ചക്കറികളും നേരിട്ട് വാങ്ങിയുമാണ് പോവുക. വ്യത്യസ്തമായ കൃഷിരീതി കൊണ്ട് ശ്രദ്ധേയനാവുക മാത്രമല്ല, മറിച്ച് വിനോദസഞ്ചാരത്തിന്റെയും വലിയ സാധ്യതകൾ കൂടിയാണ് തന്റെ കൃഷിയിടത്തിലൂടെ ഈ മാതൃകാ കർഷകൻ കണ്ടെത്തുന്നത്. സിറ്റി വിഷൻ രാജാക്കാട്. ഇടവേള. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ. 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം. വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസ്സിന് മികച്ച അവസരം. ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി CPIM ഉപ്പുതറ പ്രാദേശിക നേതൃത്വം. SIRമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ പേര് നീക്കം ചെയ്യാൻ BLOമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും നിസ്സാര വോട്ടുകൾക്കാണ് ഇവിടെ UDF പരാജയപ്പെടുന്നത്, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നും DCC ജനറൽ സെക്രട്ടറി അരുൺ പൊടിപാറ ആരോപിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ പഞ്ചായത്ത് മെമ്പറുടെയും ബ്രാഞ്ച് സെക്രട്ടറിയുടെയും അടക്കം ഒഴിവാക്കൽ ലിസ്റ്റിലുണ്ടെന്നും ആരോപണം പിൻവലിച്ച് അരുൺ മാപ്പ് പറയണമെന്നും CPIM ഉപ്പുതറ ലോക്കൽ സെക്രട്ടറി കലേഷ് കുമാർ ആവശ്യപ്പെട്ടു. SIRമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപ്പുതറ വില്ലേജിലെ ചില ബൂത്തുകളിൽ നിലവിലെ താമസക്കാരായിട്ടുള്ള വോട്ടർമാരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോം 7 ഫോറം പേരില്ലാത്ത അപേക്ഷകർ ഓൺലൈനായി സമർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ വന്നിട്ടുള്ള വോട്ടർമാർ നിലവിൽ ഇവിടെ സ്ഥിര താമസക്കാരായിട്ടുള്ളവരാണ്. കഴിഞ്ഞ ദിവസം DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അരുൺ പൊടിപാറ ഈ ഒഴിവാക്കലിൻ്റെ പിന്നിൽ CPM ആണ് എന്ന് ആരോപിച്ചുകൊണ്ട് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അടിസ്ഥാനരഹിതമാണ്. ഈ ഒഴിവാക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാട്ടോളം ബൂത്തിൽ അവിടുത്തെ നിലവിലെ വാർഡ് മെമ്പറും പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറായ ബിജു ചെമ്പ്ളാവിനും അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും നിരവധി DYFI പ്രവർത്തകർ അടക്കമുള്ളവരെയാണ് ഈ ഒഴിവാക്കൽ ലിസ്റ്റിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ പുറകിൽ കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് CPMൻ്റെ ബലമായ സംശയം. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് കനകോലിൻ്റെ സിദ്ധാന്തം അനുസരിച്ചാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എത്തരത്തിലുള്ള കള്ളങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുകളിലുള്ള നേതാക്കന്മാർ മുതൽ താഴ്ക്കടകം നേതാക്കന്മാർ വരെ ഇത്തരത്തിൽ കള്ള വാർത്തകൾ മെനഞ്ഞുകൊണ്ട് തന്നെയാണ് നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറപ്പെടുവിക്കുന്നത്. ഇടുക്കിയുടെ മലയോര മണ്ണിൽ ഒരിക്കലും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം പകർന്നു നൽകി മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന സ്നേഹമാണ്. അതിന്റെ നേർക്കാഴ്ചകളിലൊന്നാണ് പണിക്കൻകുടി സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിലെ തിരുനാളും മുനിയറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവവും. മുനിയറ പള്ളിയിൽ നിന്ന് പ്രദക്ഷിണം ടൗണിലേക്ക് കടന്നു പോകുന്നത് ക്ഷേത്രത്തിന് മുന്നിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പ്രദക്ഷിണം വരുന്നതും കാത്ത് അമ്പലത്തിന് മുന്നിൽ ക്ഷേത്രത്തിലെ പൂജാരിയും കമ്മിറ്റിക്കാരും വിശ്വാസികളും കാത്തു നിൽക്കും. പ്രദക്ഷിണം ക്ഷേത്രത്തിന് മുന്നിൽ എത്തുമ്പോൾ പരസ്പരം കെട്ടിപ്പിടിച്ച് സ്നേഹത്തിന്റെ സന്ദേശം കൈമാറും. ഉണ്ണിയപ്പവും ദാഹശമനിയും നൽകി പ്രദക്ഷിണത്തിൽ പങ്കെടുത്തവരെയും വരവേറ്റു. പിന്നീട് പള്ളിവികാരി അടക്കമുള്ളവർക്ക് ആദരവ് നൽകി പ്രദക്ഷിണത്തെ യാത്രയാക്കി. ശിവരാത്രി മഹോത്സവത്തിന്റെയും പള്ളിപ്പെരുന്നാളിന്റെയും ഭാഗമായി മുനിയറ പണിക്കൻകുടി റോഡ് വക്കിൽ നടത്തിയ അലങ്കാരങ്ങളും കൊടിതോരണങ്ങളും കെട്ടുന്നതിലും പള്ളിയിലെ ഭാരവാഹികളും ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗങ്ങളും സംയുക്തമായി പങ്കെടുത്തു. ക്ഷേത്രം ഭാരവാഹികളായ സുഭാഷ് തോപ്പിൽ, അജി ഇടശ്ശേരി താഴ്ത്ത, മേൽശാന്തിമാർ, പള്ളി വികാരി ഫാദർ ജോസഫ് തേനമാക്കർ എന്നിവരാണ്
സ്നേഹത്തിന്റെ സന്ദേശം പകർന്നു നൽകുന്ന മതസൗഹാർദ്ദത്തിന്റെ മനോഹര കാഴ്ചയ്ക്ക് നേതൃത്വം വഹിച്ചത്. സിറ്റി വിഷൻ, മുനിയറ. അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. ഈ മാസം 16 വരെയാണ് ഉത്സവം നടക്കുന്നത്. ഇന്നലെ വൈകിട്ട് 7:10-നും 8:20-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രിയുടെയും ക്ഷേത്രം മേൽശാന്തി മടത്തുമുറി അജിത് ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയുയർന്നു. ഈ മാസം 16 വരെയാണ് അടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം നടക്കുന്നത്. ഉത്സവ ദിവസങ്ങളിൽ പതിവ് പൂജകൾക്ക് പുറമെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കും. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7:10-നും 8:20-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രിയുടെയും ക്ഷേത്രം മേൽശാന്തി മടത്തുമുറി അജിത് ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയുയർന്നു. ഉത്സവത്തിന്റെ 3-ാം ദിവസമായ നാളെ രാവിലെ കൂട്ടമൃത്യുഞ്ജയ ഹോമം നടക്കും. 6-ാം ദിനം വൈകിട്ട് 5-ന് അഭിഷേക കാവടി നടക്കും. 7-ാം ദിനം രാവിലെ മഹാവിദ്യാരാഞ്ജലി പൂജയും വൈകിട്ട് താലപ്പൊലി ഘോഷയാത്രയും തുടർന്ന് ദീപാരാധനയും നടത്തും. 8-ാം ദിനം പള്ളിവേട്ട മഹോത്സവം നടക്കും. വൈകിട്ട് ദീപാരാധന, പുഷ്പാഭിഷേക സേവ എന്നിവയ്ക്ക് ശേഷം രാത്രി 9:30-നാണ് പള്ളിവേട്ട പുറപ്പാട്. 9-ാം ദിവസം മഹാശിവരാത്രി ആറാട്ട് മഹോത്സവവും 10-ാം ദിനം പിതൃപൂജകളും പിതൃതർപ്പണവും നടക്കും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും മഹാ അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട്. ഉത്സവത്തിന്റെ വിവിധ ദിവസങ്ങളിൽ ഗാനമേള അടക്കമുള്ള വിവിധ കലാപരിപാടികളും ഒരുക്കിയിരിക്കുന്നു. സിറ്റി വിഷൻ, അടിമാലി. അടിമാലി മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയം വാർഷിക പെരുന്നാൾ നിറവിൽ നിൽക്കുമ്പോൾ അപൂർവമായ മറ്റൊരു സന്ദർഭത്തിന് കൂടി ദേവാലയം സാക്ഷ്യം വഹിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ നാമത്തിലുള്ള ഇടുക്കി രൂപതയിലെ ഏക ദേവാലയമാണ് മച്ചിപ്ലാവിലേത്. ഫ്രാൻസിസ് അസിസിയുടെ മരണത്തിന്റെ 800-ാം വർഷം പ്രമാണിച്ച് ലിയോ മാർപ്പാപ്പ ലോകത്തെ എല്ലാ ഫ്രാൻസിസ് അസിസിക്ക് പ്രതിഷ്ഠിതമായിരിക്കുന്ന ദേവാലയങ്ങളും ഒരു വർഷ കാലയളവിലേക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചപ്പോൾ അതിലുൾപ്പെടുന്ന ദേവാലയമായി മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയവും മാറി. ദേശീയപാത 85-നോട് ചേർന്ന് പച്ചപ്പ് തിങ്ങിയ കുന്നിൻ താഴ്വരയിലാണ് മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. രൂപകൽപ്പനയ്ക്കും പ്രകൃതി ഭംഗിക്കുമൊപ്പം പൂക്കളുടെ വർണ്ണശബളതയും പള്ളിയും പരിസര പ്രദേശങ്ങളും മനോഹരമാണ്. ഈ മാസം 6 മുതൽ 8 വരെ ദേവാലയത്തിന്റെ വാർഷിക പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അപൂർവമായ മറ്റൊരു സന്ദർഭത്തിന് കൂടി ദേവാലയം സാക്ഷ്യം വഹിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമത്തിലുള്ള ഇടുക്കി രൂപതയിലെ ഏക ദേവാലയമാണ് മച്ചിപ്ലാവിലേത്. ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന്റെ 800-ാം വാർഷികം പ്രമാണിച്ച് ലിയോ മാർപ്പാപ്പ ലോകത്തെ എല്ലാ ഫ്രാൻസിസ് അസീസിക്കും പ്രതിഷ്ഠിതമായിരിക്കുന്ന ദേവാലയങ്ങളും ഈ വർഷം ജനുവരി 10 മുതൽ അടുത്ത വർഷം ജനുവരി 10 വരെ ഒരു വർഷ കാലയളവിലേക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളാക്കി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഉൾപ്പെടുന്ന ദേവാലയമായി മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയവും മാറിയെന്ന പള്ളി വികാരി ഫാദർ മാർക്കോസ് ചിറ്റേമാരിയിൽ പറയുന്നു. 2026 ജനുവരി 10 മുതൽ 2027 ജനുവരി 10 വരെയുള്ള ഒരു വർഷക്കാലമാണ് തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഈ ഒരു വർഷ കാലയളവിൽ ഈ ദേവാലയത്തിൽ വരികയും മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പൂർണ്ണ ദണ്ഡവിമോചനം മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയം സ്ഥാപിതമായിട്ട് 62 വർഷമാവുകയാണ്. ലിയോ മാർപ്പാപ്പയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് വിശ്വാസികളും തീർത്ഥാടകരും വരും ദിവസങ്ങളിൽ ദേവാലയത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ ദേവാലയവും പരിസര പ്രദേശങ്ങളുമെല്ലാം വർണ്ണശബളമായ പുഷ്പങ്ങളാലും ചെടികളാലും മനോഹരമായി കഴിഞ്ഞു. സിറ്റി വിഷൻ, അടിമാലി. സ്വർണം ഗ്രാമിന് 14,355 രൂപ, പവന് 1,14,840 രൂപ, വെള്ളി ഗ്രാമിന് 285 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എസ് രാജേന്ദ്രന്റെ BJP പ്രവേശനത്തിൽ CPM-ന് യാതൊരുവിധ ആശങ്കകളുമില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. തങ്കമണി പാണ്ടിപ്പാറയിൽ വൻ തീപിടുത്തത്തിൽ ഓയിൽ മിൽ കത്തി നശിച്ചു. തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിവരം. മൂന്നാറിൽ മതപ്പാടിലുള്ള കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറാകാത്തത് പ്രതിസന്ധിയാകുന്നു. മതപ്പാടിലെന്ന സൂചന.
പീരുമേട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾക്കായുള്ള ചർച്ചകൾ ഇടത് വലത് മുന്നണികൾക്കുള്ളിൽ പുരോഗമിക്കുന്നു. CPIയുടെ ഏക സീറ്റായ മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടറി K. സലിംകുമാറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നതിനോടൊപ്പം വനിതാ സ്ഥാനാർത്ഥിയെത്താനും സാധ്യത. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.